നമ്മൾ അബായ കട്ടിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഹാഫ് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് എടുക്കുക. 3 ഇഞ്ചിൽ കൂട്ടണ്ട. അതേപോലെ ബാക്ക് നെക്ക് മാക്സിമം 1 ഇഞ്ച് എടുക്കാവൂ. ഞാൻ 1/2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് 4 ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളത്. 4.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം മാക്സിമം നിങ്ങൾക്ക് എത്ര ഫുൾ സ്ലീവ് ലെങ്ത്ത് വരണം എന്നുള്ളത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തിക്കോളൂ. എന്നാലും ഒരുപാട് ഡിഫറൻസ് വരുത്തണ്ട. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത്. ചെസ്റ്റിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതിലേക്കാണ് മുട്ടിക്കേണ്ടത്. നിങ്ങൾ ഈ ദൂരം എടുക്കുന്നതും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആം ഹോളിൻ്റെ ലെവൽ എടുക്കുന്നതും 10 ഇഞ്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു ലൂസ് ഫിറ്റഡ് ഡ്രസ്സ് ആയതുകൊണ്ട്. എന്നിട്ടൊരു സ്മൂത്ത് കർവ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സ്മൂത്ത് കർവ് കൊടുത്തിട്ട് വേണം ജോയിൻ ചെയ്ത് വരാൻ. ചെസ്റ്റും വേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. വേസ്റ്റ് കഴിയുന്നതോട് കൂടിയിട്ട് താഴേക്ക് ഫുൾ ലെങ്ത്തിലേക്ക് നല്ലൊരു സ്ലാൻഡിങ് ലൈന് കൊടുത്ത് യോജിപ്പിക്കുക. ഞാൻ എടുത്തിട്ടുള്ള ലാസ്റ്റ് ഹെം ലൈനിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ്. ഒരുപാട് ഫ്ലെയർ അബായക്ക് ആവശ്യമില്ല. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് കാണിക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി താഴെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ആവശ്യമുള്ള ഫുൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 17.5 എടുത്തിട്ടുള്ളത്. ഒരു 18 എടുത്താലും കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്യാൻ ഇടുന്ന മാർജിൻ ഉണ്ടല്ലോ, സാധാരണ ചുരിദാറിനൊക്കെ 1.5 ഇഞ്ച് ഇടുന്നത്, നിങ്ങൾ അതുപോലെ ചെയ്യരുത്. നിങ്ങൾ ആവശ്യമുള്ളത് ഒരു 1/2 ഇഞ്ച് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഒരുപാട് മാർജിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ മാർജിൻ ഇട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ. ഇവിടെ എത്തുമ്പോൾ ഒരു സ്മൂത്ത് കർവ് ആയിരിക്കണം കേട്ടോ, അത് മറക്കരുത്. നല്ല വിഡ്ത്തുള്ള തുണിയാണെങ്കിൽ ഫുൾ സ്ലീവിന് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസ് തുണി ഉണ്ടാവും. പക്ഷെ ചില തുണി വിഡ്ത്ത് കുറവാണെങ്കിൽ കൈ നീളം കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ പീസ് പാച്ച് ചെയ്യണം. എന്നിട്ട് വേണം ലെങ്ത്ത് കറക്റ്റ് ആക്കാൻ. അങ്ങനെ നമ്മൾ അബായ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇത് തുറക്കുക. ഇനി ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്യാം. ബയസ് ഫേസിങ് ഉപയോഗിച്ചിട്ട് നെക്ക് ഫേസ് ചെയ്യുക. 1/2 മണിക്കൂർ വേണ്ട ഈ അബായ ശരിക്കും തയ്ച്ച് തീർക്കാൻ. എല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് വിവരം പറയാം. താങ്ക് യു.